ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മത്തൻ എരിശ്ശേരിയാണ്. സദ്യയിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു റെസിപ്പിയാണിത്, മത്തൻ എരിശ്ശേരി. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളപ്പയറാണ് അതിട്ട് കൊടുക്കുക. ഞാൻ 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത്രയും വെള്ളം മതിയാവും, അതിന് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം മതിയാവും. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്ന വരയ്ക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങളെടുക്കുന്ന കുക്കർ, അതിൻ്റെ വലിപ്പം, അതെല്ലാം വിസിലിൻ്റെ അളവിൽ മാറ്റം വന്നേക്കാം, അതൊന്ന് ശ്രദ്ധിക്കാം. ഏകദേശം 2 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് പ്രഷർ ഒന്ന് പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളപ്പയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. ഇനി ഞാനിവിടെ ഒരു 150 ഗ്രാം മത്തനാണ്. മത്തൻ്റെ തൊലിയെ കളഞ്ഞിട്ട് ഏകദേശം ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി. ഇനി മത്തൻ വേകാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടച്ചൊന്ന് ഒരു വിസിൽ മതി. മത്തൻ പെട്ടെന്ന് വേകുന്നതുകൊണ്ട് നമുക്ക് ഒരു വിസിൽ മതിയാവും. ഓക്കെ, വിസിലിപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് പ്രഷറെല്ലാം പോയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മത്തൻ ഇവിടെ നിന്ന് നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തവിയുടെ പുറകുവശം കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന്, മത്തൻ മാത്രം നമുക്കിതിങ്ങനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ, ഇത്രയും മതി. നമ്മുടെ ഏകദേശം മത്തൻ്റെ നല്ലൊരു പരുവായിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടി തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ തന്നെ ചെയ്യാം. ഞാനൊരു മൺചട്ടി, ഒരു നാടൻ രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു മൺചട്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചെറിയൊരു സിമ്മായിട്ട് നമുക്ക് വയ്ക്കാം. സിമ്മിൽ വെച്ച ശേഷം നമുക്കിനി ബാക്കി അരപ്പം ചേരാക്കിയെടുക്കാം. അതിനായി ഞാനൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ജീരകം, നല്ല ചെറിയ ജീരകമാണ്, അതിട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം കുരുമുളക്, പിന്നെ ഒരു 6-7 ചെറിയുള്ളി. പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. നിങ്ങൾ കല്ലുണ്ടെങ്കിൽ കല്ലിൽ അരച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിൽ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്താണ്, അരച്ചിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ അരപ്പൊന്ന് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു ലോ ടു മീഡിയം ഫ്ലെയിം അങ്ങനെ വെച്ചാൽ മതി. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ചേർക്കാൻ പോണത് ഒരു ചെറിയൊരു കഷ്ണം വെല്ലമാണ്. അത് നമുക്ക് ചേർത്ത് നോക്കാം. നമ്മൾ ഈ എരിവും ഇതെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം മതിയാവും. നല്ല അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു 1/4 കഷ്ണം ഒരു വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു കഷ്ണം ഇട്ടുന്നേ ഉള്ളൂ. വെല്ലം ഒന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വന്ന ശേഷം 3 വറ്റൽമുളക് അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് കളർ മാറി വരുന്ന വരയ്ക്ക്, അതായത് നമ്മുടെ തേങ്ങയുടെ കളർ മാറി വരുന്ന വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ താളിച്ച് നമുക്കൊന്ന് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എരിശ്ശേരി റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ സദ്യയിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു റെസിപ്പിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും ഇഷ്ടമാവും. മത്തൻ കഴിക്കാത്തവർക്ക് കൂടെ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്